അപ്പം ഗൈസ് നമ്മളങ്ങനെ മൂന്നാറിലോട്ടുള്ള ട്രിപ്പ് പോയ അതെ നമ്മൾ മൂന്നേരല്ല ഇനി ഇത് ഇവിടെ നിന്ന് നേരെ ഷജിൻ്റെ വീട്ടിലോട്ട് അവിടോട്ട് അതിൽ വരും. പിന്നെ അവിടെ നേരെ എറണാകുളത്തോട്ട് പോയി എറണാകുളത്ത് നിന്ന് ആരോമലിനെ പൊക്കി അവിടെ നേരെ മൂന്നാർ പോകുന്നു, വൈബ് അടിക്കുന്നു. പക്ഷെ ഞാൻ ഇല്ല, എന്നെ അമ്മ വിടൂല. ഞാനും പോകുന്നത് അത് ചുമ്മാ ഡീക്കോയ് കാണാം. കാറിൽ വീഡിയോ എടുത്തോനെ. പോയടാ പോയി. ഗൈസ്, നമ്മളിവിടെ ബാലരാമപുരം വെടിവെച്ചാങ്കോവിലെത്തി. ഫേമസ് ഫോർ പടക്കം. പടക്കമല്ല, പിന്നെ വെടിയാ. അതിനെന്തോ പറയുമല്ലോ. വെടി വഴിപാട് മാറിപ്പോയി, മൊത്തം വന്നില്ല. ഗൂഗിൾ മാപ്പ് എവിടെയോ കൊണ്ടുപോകണം. എടാ ബ്രൈറ്റ് മാറ്റടാ. മഴ. നമ്മളിപ്പോൾ പാതി വഴിയിൽ നിൽക്കുകയാണ്. ദിസ് പ്ലേസ് ഈസ് കാൾഡ് നെട്ടയം, ദി ബർത്ത് പ്ലേസ് ഓഫ് മിസ്റ്റർ റീൽ സ്റ്റാർ ഷജിൻ. നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് കാലത്ത് വന്ന് വീട്ടിൽ കയറി ഉടനെ കുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ ഒന്ന് അടിച്ച് കേറാൻ. പോണ്ടേ ഇവിടെ തണുക്കണം. ഇനി അങ്ങോട്ട് ട്രാവലറൊക്കെ ഒഴിച്ചു പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതുപോലത്തെ സ്ഥലത്ത് പോകുന്നു. അത്രയുള്ളൂ. ഇരുതാൻ മാത്രം വരാൻ പറ്റിയില്ല അല്ലേ? ക്യാമറ ഓണാക്കുമ്പോ ദുബായിൽ പോയപ്പോ നാണക്കാരനായി. ഞാൻ പണ്ടേ ക്യാമറ അലർജി അല്ലടാ. ഇവിടെ കൂടെ കാണാൻ പറ്റില്ല. ഇവിടെ നിന്ന് കാണാല്ലേ? എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. കണ്ണിന്റെ അകത്ത് ടൂർണമെന്റിന് പോകണമായിരിക്കും. ഇതെല്ലാം നമ്മൾ ബാഗൊക്കെ തൂക്കി ഒരുമിച്ചിറങ്ങണം. അങ്ങനെ ടൂറ് പോകാൻ. രാത്രി 2:30 അപ്പം നമ്മളിതാ 2:30 ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ നിന്ന് നേരെ അതുലിനെ വിളിച്ചിട്ട് അവിടെ നേരെ കോട്ടയം, അവിടെ ചെന്ന് ആരോമലിനെ വിളിച്ചിട്ട് അവിടെ നിന്ന് നമ്മുടെ ഇവിടെ മൂന്നാർ. പോകാൻ പോവേണ്. പോകാൻ പോവേണം. എവിടെ? മൂന്നാറിലേക്ക്, മലകളുടെ ഇടയിലേക്ക്. തിരിഞ്ഞ മുഖം കിട്ടും. ക്യാമറ നോക്കി പറയാൻ പോലും ഇതാണ്. ഞാൻ ഇങ്ങനെ ഓക്കെ ബൈ. മലകളുടെ ഇടപെടാം. കണ്ടൂടാ. പാസഞ്ചർ സീറ്റ് ഓപ്പൺ. ക്ലോസ് ആയ. നീ എന്തിനാ പാസഞ്ചർ ഓണാക്കി? പാസഞ്ചർ ഓണാക്കി ഓഫാക്കാൻ. ട്രിപ്പ് പറഞ്ഞില്ലേ? ഡിക്കി തുറന്നുണ്ട്. അതിങ്ങനെ തുറക്കണല്ലോ. ബാഗൊക്കെ റെഡിയാക്കി എല്ലാം അവിടെ ഒന്ന് സെറ്റ് ചെയ്യാനുള്ള പ്ലാനായി. അപ്പൊ നീ ഇങ്ങൊന്നും എടുത്തിട്ടില്ല? ഞാനൊരു 1 വീക്ക് ഡ്രസ് ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബാഗ് എവിടെ? വൈ ബാഗ് മാൻ? ഞാനൊരു ഷെഡ് ചുരുട്ടി പോക്കറ്റിലിട്ടു. 1 വീക്ക് കൂൾ സീനാണ്. ഈ വൃത്തിയോട് ഞാനില്ലോ. ഒന്നും കണ്ടൂടാ. അതില് വന്നിട്ടുണ്ട്, പക്ഷെ ഒന്നും കണ്ടൂടാ. ലൈറ്റ് ഉള്ളപ്പോ നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ ബൈ. അങ്ങനെ നേരെ വെളുത്തു. നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ
കാണാൻ പറ്റില്ല. രാവിലെ ആയിരിക്കുന്നു 15 കിലോമീറ്റർ മൈലേജിലോട്ട് ഞാൻ ഇവിടെ എത്തിച്ചു. ഭയങ്കര. ഓ അൺലോക്ക് ചെയ്തിട്ടാ. പിന്നെ നമുക്കൊരു ചായ കുടിച്ചിട്ട് ബാക്കി യാത്ര. ഓ വിറയ്ക്കണമല്ലോ അഭിനയിച്ചാലോ. ചുമ്മാ ഗൈസ് അത്ര നമുക്ക് ഇവിടെ സൂര്യ സൺറൈസ് 150 കിലോമീറ്റർ വന്നിരിക്കുകയാണ്. അന്ന് ഞങ്ങൾ വെറും ഗ്രാജുവേറ്റ്സ്, ഇന്ന് ജോലിയില്ലാത്ത ഗ്രാജുവേറ്റ്സ്. ഗൈസ് ദിസ് ഈസ് എ വണ്ടർഫുൾ ജേണി. ആരോമലിന് വേണ്ടി കാത്തിരിക്കുന്നു. നമ്മൾ നേരത്തെയാണ്, സജിൻ വിചാരിച്ച പോലെ ഒന്നുമല്ല. വെട്ടിപ്പോടെ വെട്ടിപ്പോ 110 ഫ്രണ്ടിൽ വണ്ടി ഇങ്ങനെ ഓവർടേക്ക്. ആ സ്പീഡിലാണ് വണ്ടിയിലൊക്കെ നമ്മൾ 140 150 പോണ വണ്ടിയിൽ കണ്ടിട്ടുണ്ട്. പാർക്കിംഗ് ലൈറ്റ് ആണ്. എന്ത് ലൈറ്റ്? എന്ത് ലൈറ്റ് ആണ്? ബ്രേക്ക് ലൈറ്റ് ആണ്. ഫ്രണ്ട് ലൈറ്റ് ലൈറ്റ് നിങ്ങൾ എന്താണെന്ന് പറയും. നിങ്ങളുടെ കമന്റ് ബോക്സിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ഷണിക്കും. ലൈറ്റ് ഓഫ് ചെയ്താ ഡബിൾ സ്ട്രോങ് കോഫി. ട്രിപ്പിൾ 3 ലൈറ്റ് ഒരു അവൻ പറഞ്ഞ സാധനം. ഗിരിയില്ലാത്തൊരു വിഷമം അതാണ്. ഗിരി അവസാന നിമിഷത്തിലെ ഗിരിയുടെ വിഷമം നീ എങ്ങനെ എങ്കിൽ ഇപ്പം 3 എത്തിയാണ് ഗിരി ഉണ്ടായിരുന്നതിന്. ആരോമല കയറ്റുണ്ട്. ആരോമലൊന്നും അവൻ കയറ്റില്ല. ആരോമല്ല അവിടെ നിന്ന് വിളിച്ചോണ്ട് പോവായിരുന്നു. അവ കൊച്ചിയിലെത്തിയ കൊച്ചിയിലെ വണ്ടിയൊക്കെ മാറ്റി അവൻ ഭയങ്കര ഫാസ്റ്റ് ഗിയർ മാറ്റി അങ്ങ് എടുക്കും. ആരോമലിന് വണ്ടി കൊണ്ട് അങ്ങ് വരട്ടെ. അവൻ്റെ അടുത്ത് പറ കോട്ടയത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അടുത്ത ബസ് പിടിച്ച് മൂന്നാർ വരെ അവിടെ 70 കിലോമീറ്റർ എന്തായാലും അവൻ ബസ്സിൽ 100 കിലോമീറ്റർ വരും. ശരിയാണല്ലേ? നമ്മളെ കാത്തിരിക്കണം. നമ്മളെ കാത്തിരിക്കണം. ഡയറക്റ്റ് അങ്ങ് പോകാൻ നമ്മളെ കാത്തിരിക്കണമെന്നാ. നമ്മൾ അവനെയാണ് കാത്തിരിക്കാൻ പോണത്. ഇനി ഇല്ല, ഇനി അങ്ങ് പോകുമ്പോഴേ അറിയാവുള്ളൂ. സിറ്റിക്ക് ഇനിയുണ്ട് 10-60 കിലോമീറ്റർ. നമ്മളെ നിസാരം പോലെ 100 കിലോമീറ്റർ ഓട്ടിച്ച് അടുത്ത് ബിൻഷാദിന്റെ കൂടെ 15 കിലോമീറ്റർ മൈലേജ്. ബ്ലാക്ക് കോഫി ക്യാൻസൽ ആക്കി കട്ടൻ കാപ്പി പറയാം. ഇത് രണ്ടും ഒന്ന് തന്നെ. 3 ഗ്ലാസ് ആണ്. 3 ഗ്ലാസ് നല്ല മധുരമാണോ വിത്തൗട്ട് പറയാം. ഗ്ലാസ് പൊട്ടി. നീ ചായയിലെ മധുരം കുറിച്ച് ഡയറ്റ് എടുക്കണുണ്ടോ? ഇല്ല. പിന്നെ ജിമ്മിൽ പോകണുണ്ടോ എപ്പോഴും? പിന്നെന്താ പഞ്ചസാര കഴിച്ചാ? ഷുഗർ കട്ടാണ്. പക്ഷെ ചായയിൽ മാത്രമാണോ? ചായയിൽ മാത്രം ഷുഗർ കട്ട്. ജിലേബി. ഒരു ജിലേബി ആണെങ്കിൽ കടിയേറ്റെടുക്കും. ഫുൾ കൂളിംഗ് അല്ലേ? ട്രിപ്പ് വൈബ് ആക്കണ്ടേ? പിന്നെ അല്ലെങ്കിൽ നാളെ ആവട്ടെ. വൈബാക്കാൻ പറ്റുമോ? ആനന്ദ് ഇല്ലാതായി പോയി അല്ലേ? അവൻ അബുദാബിന്ന് വിളിച്ചാലോ? അബുദാബിയിൽ നിന്ന് വിളിക്കാം. അവൻ കലാഷ്ടിക്കാവോ പറഞ്ഞു. വൈബാക്കുവോ രാവിലെ എല്ലാരും ഓണാവോ എന്നിട്ട് അവൻ മിണ്ടാതിരിക്കും കുറെ നേരം. എന്നിട്ട് കുറെ നേരം കണ്ട് വീണ്ടും എല്ലാരും ഓണാവും. മൂന്നാമത് പോവുകയാണ്. നീയൊക്കെ ഇങ്ങനെ നിന്നാ ഇനി നേരെ കോട്ടയം. ഇനി കളികൾ കോട്ടയത്ത്. എന്ത് കളി? എന്ത് കളി എന്നൊക്കെ ചോദിച്ചാ നമ്മളെ കിഷകുട്ടി വെച്ചത് പറ്റതല്ലേ? ഡാൻസ് കളിയില്ല. പോസ്റ്റടാ കോട്ടയത്ത് പോസ്റ്റ്. ഇനി ബ്രോ ഡ്രൈവർ എടാ ഇതെന്തിന് നിന്റെ ലോക്ക് മറ്റേത് കാണാനായിട്ട്? ദൈവമേ, വണ്ടി ഓട്ടിക്ക് അറിയോ നിനക്ക്? ബസിന്റെ പിറകെ പോവല്ലെന്നാണ്. ബസിന്റെ പിറകെയും പെണ്ണിന്റെ പറയാ. മൂന്നാറാണ്ട് കുഴപ്പമില്ല. എന്താ മൂന്നാറ് ബസ്സും പെണ്ണും ഇല്ലേ? ആ വന്നാ ആരാ കൊടുക്കാൻ? ഇവിടെ ഒതുക്കടാ. പാർക്കിംഗ് ആണ്. ഇത് ഇവിടെ ഒതുക്കിയ ഇതിന്റെ അകത്തോട്ട് ഒതുക്കാൻ സ്ഥലമുണ്ട്. അവിടുന്ന് റൈറ്റ്. ബസ്സുണ്ട്. ഇറങ്ങിയ നമ്മൾ തൊട്ട് ഫ്രണ്ടി ഉണ്ട്. തമ്പാനൂർ എത്തിയ നമ്മള് കോട്ടയം ഏറ്റുമാനൂർ ആയതേ ഉള്ളോ?
ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് സ്റ്റോപ്പ്. ഓക്കേടാ, 5 മിനിറ്റ് അല്ലേ? ഓക്കെ, എത്താറാമോന്ന് വിളിയേ. ആ ഏറ്റുമാനൂറായേ ഉള്ളൂ. ദൂരം ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇവിടെയാണ് മെയിൻ ഉണ്ട്, ഇവിടെയാണെന്ന് തോന്നുന്നു. നീ എന്നെ പറ്റി ചിന്തിച്ചിരിക്കാണ്. ചിന്തിക്കാൻ പറ്റിയ ഒരു ജന്തു. മേളിലോട്ടാ പാവണ മേള് വരെ കൊണ്ടാക്കണം. അടി വാങ്ങിച്ചു തരുമായി ഓടിയാ കേരള. ഇപ്പഴാ പറയണ ലോക്കൊന്നും ഇല്ല. ശരിയാണല്ലോടാ, ലോക്ക് എവിടെയാണ്? നിനക്ക് ഏത് കളറാണ് വണ്ടി? കടും പച്ച. എന്റെ അടുത്തൊരു പച്ച കളർ വണ്ടി ഗ്രേ പോലത്തെ കളറാണ് അല്ലേ? വഴി പറഞ്ഞു എത്ര ഇപ്പൊ പറ. ഡ്രൈവർ മാറി മൂന്നാമത്തെ ആളായി. റെയിൽവേ സ്റ്റേഷൻ വരെ ഓടിയാ പിന്നെ ട്രെയിൻ എടുക്കാറായി. അത് ലേറ്റായി, 15 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് ഈ ട്രെയിൻ കിട്ടി. ഇല്ലെങ്കിൽ നിങ്ങൾ 8:30 വരെ ഇവിടെ വെക്കണം. ആ ട്രെയിൻ എന്തായാലും 8:30 ട്രെയിൻ എന്തായാലും താമസിച്ചേ വരുള്ളൂ. അടിപൊളി. ഇപ്പൊ എന്തുകൊണ്ടും എല്ലാം കൊണ്ടും ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. കറക്റ്റ് ആയിട്ട് പിന്നെ മഴ പെയ്യും കൂടെ ഉള്ളു. മഴ പിന്നെ സീനില്ലല്ലോ. മൂന്നാറ് പോണേണ്, നമ്മള് വേറെ എവിടെയെങ്കിലും എത്തും തോന്നുന്നുണ്ട്. അപ്പൊ അവൻ മനസ്സിലാവും. മറിഞ്ഞു വരില്ലെങ്കിൽ എന്റെ ഫോൺ അടിച്ചു പോവില്ലെങ്കിൽ എന്റെ പുറത്ത് വയ്ക്കായിരുന്നു. എടാ ഉണ്ടേ പിതുക്കളാ വൃത്തികേട്. മനസ്സിലായി, നമ്മള് മാപ്പ് ഇട്ടാ വരുന്നത് കുഴപ്പമില്ല, നമ്മള് കറക്റ്റ് എത്തും. ചെക്കിങ് 12 മണിക്കല്ലേ? 12 മണിക്കല്ലേ ചെക്കിങ്? ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ താങ്ക്സ്. നമുക്ക് റൂം റെഡിയായി എത്താൻ പറ്റില്ലല്ലോ. സംഭവം മനസ്സിലായി. 10 മണിക്കൂർ അവിടെ ആരും ഇല്ല. ക്ലീൻ ആക്കി ക്ലീൻ ആയി സെറ്റ് ചെയ്ത്. അതാണ് വിളിച്ചു പറഞ്ഞത്. വഴി പറഞ്ഞു കൊടുക്കണ്ട, നമുക്ക് സംസാരിച്ചിരിക്കാം. 60 കിലോമീറ്റർ ഉണ്ട്. അല്ല നിങ്ങൾ എവിടെ എത്തി? കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട്. ആ ഇവിടെ നിന്ന് അങ്ങോട്ടാണെങ്കിൽ ഒരു 50, 59, 60 കിലോമീറ്റർ വരും. ഇപ്പൊ കുരിച്ചു പോലെയൊക്കെ നല്ല ഇതുണ്ടോ? ഒരു ബ്യൂട്ടി വരണ്ട. ഏതാ പാട്ട് അത്ര എളുപ്പമുണ്ട്. ഇങ്ങനെ ഇട്ടാൽ ഇവിടെ കൂടെ മതി. 35,000 രൂപ ടെമ്പറേറ്റ് കുറച്ച് സ്റ്റാഫിനെ എടുത്ത് പ്ലാന്റ് റൺ ചെയ്യും. ഇത് നിനക്കറിയാമോ? എനിക്ക് അറിഞ്ഞൂടാ. നിനക്കറിയാമോ? പിന്നെ ഡേഞ്ചർ. നമുക്കിനി വിഷയം മാറ്റാം. OFC പോയി കേട്ടോ. അവിടെ ഇവിടെയാണ് വെള്ളപ്പൊക്കമൊക്കെ വന്നത് പണ്ട്. ആനയും കടുവയും കിട്ടുമോ നോക്കി. കിട്ടിയില്ലല്ലേ? കിട്ടിയില്ല, മിസ്സായി. ഇവിടെ പെട്ടെന്ന് കാട്ടുപോത്ത് ചേസ് ചെയ്യും. ഇത്ര ചൂടായല്ല പെട്ടെന്ന്. നിനക്കൊക്കെ AC ഡയറക്റ്റ് കൊണ്ടുവന്നില്ലേ? ഇപ്പോഴാണ് തണുപ്പ് വന്നത്. അവിടെ നോക്കണേ. പക്ഷെ അത് റോഡിൽ കൂടെ ഒക്കെ നടന്നു പോണേ. ബ്രിട്ടൊന്നും വന്നില്ലെന്നറിയോ? കഠിനമായ മഴയും ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ. അതാണല്ലോ, ഇത് അവിടെ നല്ലേ. ഇവിടെ കടുവയെങ്കിലും കാണോ? അത് നീ റീന കണ്ടില്ലേ? മൂന്നാർ ബാക്കിലൊരു എക്കോ സ്പോട്ട്. ഇന്നോവ ഇല്ലടാ പറഞ്ഞടാ. ഇന്നോവ
ആ ഇത് തന്നെ ഇത് തന്നെ. ഇവിടെ ആളൊക്കെ നീങ്ങണേ ഇനി ഇവിടെ ആയിരിക്കും ചിലപ്പോ. അവിടെ അത് മുളയരി കഞ്ഞി, മുളയരി കഞ്ഞി, പായസം. ഇല്ല ഇല്ല പോയിക്കോ. ബ്രോ ഹൈറ്റ് ഉണ്ടോ? അത് മറ്റേ വാഗമണിലെ വാട്ടർഫോൾ. അത് വേറെടാ, പക്ഷെ അത് ഹൈറ്റ് കുറവാണെന്ന് തോന്നുന്നു അല്ലേ? അതിലാണ് കിട്ടുന്നത്. അതിലുണ്ടോ? അതിൽ കിട്ടും. കടയില് വടയിരിക്കും പലതും ഇരിക്കും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നാളെ പാവപ്പെട്ടവന് ഒരു പെട്രോൾ പമ്പ് കണ്ടുപിടിച്ചു കൊടുക്കാ. പെട്രോൾ വേണോ? പമ്പ് വേണം, പമ്പ് വേണം. കുപ്പി പോരെ, കുപ്പി പോരെ. പമ്പ് വന്നില്ലെങ്കിൽ പമ്പ് സെറ്റ് അടിച്ചു പോകും. ഒരു കുപ്പി വെച്ച് ഇൻഡിക്കേറ്ററൊക്കെ ഇടാ. റിക്സ് വരെയാണ്. അങ്ങോട്ട് എവിടെ പോകണ്ട. ഒതുക്കി പോണോ? നീ വേണമെങ്കിൽ ഓവർടേക്ക് ചെയ്യുന്നതാണ് അതിന്റെ അർത്ഥം. അങ്ങനെയായിരുന്നു. പിന്നെ തല വെളിയിലിട്ടു. ഇവിടെ എല്ലാരും വണ്ടി നിർത്തിക്കുന്നല്ലോ. നിന്നെ കിട്ടണമെന്ന് എനിക്ക് ഇങ്ങനെ വെച്ചത് പോരെ. അത് ശരിയാണ്. നല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെച്ച് എടുക്കണം. അവിടെ ബിൻസാരല്ല അങ്ങ് പോയി. ഇങ്ങനെ നീക്കി അങ്ങ് വിട് സ്വിച്ച് ഒതുക്കാൻ. അതിരുന്ന് ഉറങ്ങണം. എന്തെങ്കിലും കിട്ടണുണ്ടോ? ഇങ്ങനെ 268. 68. ഓ 268 അടി. ആരോമില് ഫുഡ് കഴിച്ചില്ല. ഒന്നും പറഞ്ഞു. ഫുഡ് അടിച്ചില്ലെങ്കിൽ പിന്നെ പെട്രോൾ എടുക്കണോടാ. അല്ലെങ്കിൽ വഴിയിലാവും അല്ലേ? ഇവിടെ നമ്മൾ പെട്രോൾ അടിക്കാൻ കയറി അല്ലേ? ഇവിടെ വൈഫൈ അല്ല, സിം ഓഫ് ആക്കണം. എന്തിന്? ഇത് എത്തുപോയി. ഫോൺ ഓഫ് ആക്കണമല്ല, ക്യാമറ ഓഫ് ആക്കണമെന്നുണ്ടാ. ക്യാമറയ്ക്കൊന്നും ചെയ്യില്ല. ഗൈസ് പെട്രോൾ തീർന്ന് അങ്ങനെ പെട്രോൾ അടിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. അതെ അതെ, ഇനി നമുക്ക് പെട്രോൾ അടിക്കുന്ന വിശേഷത്തിലോട്ട് കിടക്കാം. വിശേഷത്തിലോട്ട് കിടക്കാം. ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇപ്പം കണ്ണ് മാറുന്ന കണ്ണിങ്ങനെ തള്ളി വരും വെളിയിൽ. 500 രൂപ ഫുള്ളാവും. ആ കുറച്ചേ കുടിക്കൂ. വെറും 52 ലിറ്റർ. കുറച്ചേ കുടിക്കും. നമ്മൾ ഏതോ ഒരു വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ട്. നോക്കട്ടെ. നിന്നെക്കാളും ചെറുതാ വെള്ളച്ചാട്ടം. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്ന്. അവിടെ ചെന്ന് നിന്നിട്ട് എടുക്കാതെയാ. ഡേഞ്ചർ എന്നൊക്കെ എഴുതി വെച്ചിരുന്നു. അതുവരെ ഉരുണ്ടുപോയി. അത് ശരിയാണ്. കൊച്ചവിടെ അപ്പൊ ആരോ വന്നിട്ട് ചെരുപ്പ് വെച്ചിട്ട് മറന്നു കേട്ടാ. അതിലെവിടെ അത് ഇറങ്ങണില്ല. പിന്നെ പോയിട്ടാ ഇവിടെ 2 ഷൂ മറന്നുപോയി ഏട്ടാ. സ്പൈഡർമാൻ എവിടെ? അതിന് നോക്കടാ മണ്ട. അതിന് നോക്കടാ സ്പൈഡർമാൻ. ഇവിടെ കൊള്ളാണോ? ഇത് സീനുള്ള കേട്ടോ. നല്ല വൈബുണ്ട്. വാലുള്ള ധനയുണ്ടത്. കാലൂടെ ഒന്ന് നോക്കിക്കോളെ. അട്ട ഉണ്ടാകും. അയ്യോ അയ്യോ. സെൽഫി തന്നെയാണ് നടക്കുന്നത്. ഫോട്ടോ എടുക്കണം.
അയ്യോ അത് കൊള്ളായിരുന്നു. ഇനി നമ്മൾ തിരിച്ചു പോകുന്നു. അപ്പോൾ ശരി, അടുത്ത സ്ഥലത്ത് കാണാം. ബൈ ബൈ. അയ്യോ അപ്പോൾ നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട്. സ്റ്റേ അല്ലേ? നമ്മുടെ സ്റ്റേ അതാണോ? ഇത് തന്നെ ടെന്റ്. അറിയാമല്ലേ ഇങ്ങനെയുണ്ട് കാണാൻ. കാപ്പിയല്ല, കൊക്കോ ആയിരുന്നു കുറച്ചുകൂടെ ഫണ്ണുണ്ടായിരുന്നു. കാപ്പിക്ക് വരും കൊക്കോ ആയിരുന്നു കുറച്ചുകൂടെ ഫണ്ണുണ്ടായിരുന്നു. ഉപ്പുമാങ്ങ ഭരണി എന്ന് പറയുമ്പോ അപ്പുണ്ണേരെ കുണ്ടി കുണ്ടിനാ. അയ്യോ പോട്ടെ പോട്ടെ പോട്ടെ. ഒന്ന് വീടിട്ട് സൂക്ഷിച്ച്. ഇവിടെ നല്ല വെയിലായിരുന്നു. കാട്ടിനകത്തൂടെയൊക്കെ പോകാം. നമ്മളെത്തി. സാധനമുണ്ടോ? ഇത് മറ്റേ ബാർബിക്യൂ അടിക്കും. ഇവിടെയാണോ? ഇതും അതും ഹാപ്പി റൂം. ഫാനല്ലേ? ഇതിന്റെ ലൈറ്റ് ടിവിയിലെ സ്വിച്ച് വാങ്ങാം. ടിവിയിലെ സ്വിച്ച് എല്ലാം കൊള്ളല്ലേ? കുഴപ്പമില്ല. ടോയ്ലറ്റ് എക്സ്പ്ലോർ. കുഴപ്പമില്ല, കൊള്ളാം. ഇവിടെ നമ്മുടെ കൂടെ ഒരുത്തനും കൂടെ ഇല്ലായിരുന്നു. പിന്നെ തിരിച്ച് നിങ്ങൾ നേരെ വന്നിട്ട് ഒരു 7 9 കിലോമീറ്റർ അങ്ങോട്ട് ഈരക്കൊള്ളിനായിട്ട് 10 കിലോമീറ്റർ. സംസാരങ്ങൾ ക്ലിയർ ആയിരിക്കണം. സംസാരങ്ങൾ ക്ലിയർ ആയിരിക്കണം. അയൽവാസി ബിൻഷാദ്. അതാണ് വരയാടുകളിൽ ലോകത്തിലെ വരയാട് സൈഡിലാണ് നിൽക്കുന്നത്. ഇതൊക്കെ എന്ത് കൂട്ടം കൂടെ നിൽക്കുന്ന വരയാടുകൾ ഒരേ ഒരു സ്ഥലം. ഒറ്റയ്ക്കും പെട്ടയ്ക്കും ഊട്ടി മറ്റേ ഓസ്ട്രേലിയ പല സ്ഥലത്തും ഉണ്ട്. പക്ഷേ കൂട്ടം കൂടി നിൽക്കുന്ന വരയാടുകൾ ഒരേ ഒരു സ്ഥലം ഇവിടെ മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ വംശവർദ്ധനം കൊണ്ടിരിക്കുന്നത് ഇതിലൊക്കെ പറയണേ ഇങ്ങനെ പ്രകൃതി രമണീയമായ നമുക്ക് ഇങ്ങനെ മോഷിച്ചോണ്ട് പോ. ഗൈസ് അവിടെ നിങ്ങൾ കാണുന്നുണ്ടോ? സൂം ചെയ്യാൻ പറ്റുന്നില്ല. ആ മരത്തിൻ്റെ പ്രത്യേകത എന്നറിയോ? ആ മരം അല്ലല്ല, അത് മലേറിയ ട്രീ എന്ന് പറയും. അതായത് ഈ പണ്ട് ബ്രിട്ടീഷുകാർ ഈ മലേറിയ രോഗം വരാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ പൂവിൽ വന്ന് തേൻ കുടിക്കും പെട്ടെന്ന് അടഞ്ഞു പോകും. കൊതുക് അതിൻ്റെ അടുത്ത് ചത്തുപോകും. അതുകൊണ്ട് അതിന് മലേറിയ എപ്പോഴും പൂമരം വെള്ളം പിച്ചെന്നൊക്കെ പറയും. അപ്പോൾ ശരിക്കും അത് മലേറിയ ട്രീ എന്നാണ് അതിൻ്റെ ഒരു ഇത് ബ്രിട്ടീഷുകാർ കൊണ്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതത് തേൻ കുടിക്കാൻ ഇതിൻ്റെ ഇറങ്ങുമ്പോൾ വെള്ളം ഉണ്ടല്ലോ അത് അടഞ്ഞു. അങ്ങനെയാണ് അറിയുന്നത്. അങ്ങനെയാണ് ഈ ഇത് ആ കൊതുക് നശിക്കുന്നത്. കാർണിവറസ് പ്ലാന്റ് ഇല്ല അതേപോലെ ടെന്റിന്റെ വീഡിയോ ആണ്, നമ്മുടേതല്ല. ടെന്റിന്റെ സിനിമാറ്റിക്
ഇവിടെ നിന്നൊരു ഷോട്ട് പറഞ്ഞു, അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ഷോട്ട്. ആ ഇതോടെ ഷോട്ട്. പോണം പോവാം. സൈനിങ് ഓഫ്. ലേഡി ബേർഡ് എക്സ്പ്ലോറിംഗ് ദ നേച്ചർ. അയ്യോ അപ്പോൾ ഇനി നമ്മൾ നേരെ കഴിക്കാൻ പോകണം. അവിടെ നിന്ന് നേരെ കറങ്ങാനും പോകും. ബലൂണിൽ കയറാം. അത് അവിടെ അല്ലായിരുന്നു മണാലിയില്ലേ? നമ്മള് ബലൂണ് കയറിയാ ഇല്ല, ആരോടത്ത് ചോദിച്ചേ ഉള്ളൂ. എന്തെന്ന് പറയുന്നത് ഇതെങ്ങനെ നീ ഫസ്റ്റ് ഇടും? ഫസ്റ്റ് ഇട്ട് തന്നെ ഞാൻ ഇറങ്ങിയതും കയറിയതും ഓട്ടോയിലിട്ട് കയറിയോ? എങ്ങനെ കയറുമെന്നല്ലോ. ഓട്ടോയില് എന്തേലും ഒക്കെ പറ്റൂടാ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. മറ്റേത് ഊന്ന് വിളിക്കൂലേ, ഇതാകുമ്പോ ഇല്ല. കഴിക്കാൻ വേണ്ടി വന്നു. ഏതോ ഒരു സ്ഥലം, പക്ഷെ ഒരു വലിയ സ്ഥലം. ഇവിടെ അല്ല, ഇവിടെ അല്ലടാ തന്നെ. അപ്പൊ അത് തന്നെ മൂന്നാറാണ്ട് 3 ഇരട്ടിയാണ് എന്തായാലും വില റേറ്റ്. ആ ഫുഡ് 3 ഇരട്ടിയാണ്. 3 ഇരട്ടി വിലയാണ്. ഒരാൾക്ക് വാങ്ങിച്ചാൽ 3 പേർക്ക് കഴിക്കാം. അതും ചിലപ്പം കാണും. ക്വാണ്ടിറ്റി 2 പേർക്ക് വെച്ചാൽ 6 ദിവസം നിന്നതില്ല. തിയേറ്ററടാ മുടി വെട്ടിയിടാ. രണ്ടുപേരെ മാറ്റാം. മുടി വെട്ടി ഞാൻ കൈ വെച്ച് ഇവിടെ ചെന്ന് നിന്നാൽ കറക്റ്റ് ഫ്രെയിമാണ്. മലയൊക്കെ ഉണ്ട്. ഇതുണ്ട്, അതാണ് മല. കട്ട് ലൈൻ കട്ട്. അങ്കിളെ എരി എരി മുളക് വിലക്ക് വെച്ചിരിക്കണ്ട. നിനക്കുള്ള ചോറ് വേറെ വരില്ലേ? എനിക്ക് കുറച്ച് വെച്ചാൽ ഞാൻ പിടിച്ചു വെച്ചാ ഭാഗം. അതൊക്കെ അതോ നമുക്ക് വേണ്ട. ഞാൻ ഓറഞ്ച് എല്ലാം ഹെവി ആയിരിക്കും. സാൾട്ടഡ്. കൊള്ളായിരിക്കും ഇവിടെ. ഇംഗ്ലീഷ് ഡില്ലേക്ക് കൊള്ളൂല. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ആയിരിക്കും. വലിയ നഷ്ടമില്ല. ബില്ലടാ വലിയ കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ക്യാപിറ്റൽ മന്തിയും കാട്ടിയും കൊള്ളാം. നമുക്കിട്ടെന്ന് വെച്ചല്ലേ. ഫോർ എക്സ്ട്രാ റൈസ് കൊള്ളൂല. അതൊക്കെ ഡാടാ. സജിനെ എങ്ങനെയുണ്ട് ഫുഡ്? കുഴപ്പമില്ല. മൂന്നാർ സ്പെഷ്യൽ മന്തി. ഞാൻ മറന്നു. തൊണ്ടായതിനെ അതിനൊക്കെ ഡോക്ടർ പറഞ്ഞ ഐസ്ക്രീം തണുത്തൊന്ന് കഴിക്കരുത്. അണ്ണാക്കി കുത്തി കേട്ടറാണ്. ഐസ്ക്രീം കഴിച്ചില്ല. മന്തി ഇറ്റ്സ് ഓക്കെ. കാരണം ചിക്കൻ ചതായി എടി നമ്മൾ ഒരു വണ്ടി ഒതുക്കിയപ്പം
ഐശ്വര്യം നോക്കണേ. 12 മണിക്ക് എല്ലാവരും ചെക്ക് ഇൻ ചെയ്യാൻ വന്നേടാ. ഓർഡർ ചെയ്തേ. അവിടെ ഇറങ്ങാൻ പറ്റൂടാ? നമ്മൾ സ്റ്റേ ചെയ്ത് ചുമ്മാ അറിഞ്ഞാ നേരെ നോക്കി നേരെ നോക്കുന്നു. കണ്ടില്ല, അങ്ങ് ഒറ്റ വരെ ഉണ്ട്. 1.5 കിലോമീറ്റർ ഉണ്ട്. കൊള്ളാം. ഇത് ഞാൻ നോക്കണം. ഇത് പിന്നെ കാണോ? എത്ര ദൂരം ഉണ്ടെന്ന് പറയൂ. എന്റെ വെള്ളമില്ലല്ലോ ആ സൈഡ് ഇങ്ങനെ കിട്ടൂല. സംഭവം പിടികിട്ടി. നമ്മളെ അല്ലല്ല നമ്മൾ വന്നത് എല്ലാം കറക്റ്റ്. വണ്ടി പോകും കേട്ടോ. ഇതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ്. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് അവിടെ നീ പറക്കോ വണ്ടി. മാങ്ങയില്ല, അതിൽ പൊങ്ങാനും പാടില്ല. നമ്മൾ പോവായിരുന്നു. വണ്ടി വിട്ടോണ്ടിരുന്നത് കണ്ടിട്ട് പേടിയാവും. ഇത് 10,000-90,000 കൊല്ലം പഴക്കമുള്ളതല്ലേ? മധ്യ തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവാ, പേര് ശശി. ഇവിടുന്ന് വെടി വെക്കണോ? കുലിങ്ങാണല്ലാടാ, കുലിങ്ങാണുണ്ടാട്ടോ. റോഡപ്പോ ആ റോഡ് നേരെ ചെന്ന ഡാമാണ്. ഇതല്ല ഡാമാണ്. ഡാം ഇതുവഴി ഇപ്പം നടന്നു പോണ ഡാമാണ്. ഇതുവഴിയാ നടക്കും. കണ്ടിട്ട് നിർത്താനോ ഡാം? ഡാമൊന്നുമില്ല. എന്തിനാണ് പുതിയ തൊപ്പിയൊക്കെ തണുപ്പത്ത് വെക്കാൻ വേണ്ടി ഷർട്ട് സ്വെറ്റർ ഇട്ടോണ്ട് വെയിലെത്തിക്കണ ഏതാ? ഇവിടെ വരാൻ നിന്നല്ലേ? ഇല്ല ഇല്ല ഇല്ല, നിന്റെ കോട്ട കഴിഞ്ഞു. നിന്റെ കോട്ട കഴിഞ്ഞ എടുത്താൽ മതി. പോണില്ലല്ലോ വളയാട്. പക്ഷെ ഇത് ചെറുതാണ്, അങ്ങനെ നിറയെ പോണം. 2-3 പത്ത് ഇതിലേ ഒരു കളിപ്പട്ടം കൊച്ചാവട്ടെ. ഇത് എത്ര രൂപടാ? 100 രൂപ. 100 ഇത് എത്ര രൂപ? ഇപ്പൊ നമ്മളോട് 200 രൂപ. 200 അല്ലേ? 350 ഞാൻ വാങ്ങിച്ചു. റിമോട്ട് കൺട്രോൾ ഇതാണ്. ഡിഫൻഡർ ക്രൂസ് കൺട്രോൾ, റിമോട്ട് കൺട്രോൾ. അത് വയറാണ്. അത് 100 രൂപ. വയറാണോ? റിമോട്ട് ആണെങ്കിൽ വയർ വെച്ച് കൺട്രോൾ ചെയ്യാറുള്ളൂ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല. വയർ വേണ്ട, വയർലെസ് ആണ്. ബ്ലൂടൂത്ത് അല്ലെങ്കിൽ അവിടെ ബിൻസാൻ ഈ തൊപ്പി വാങ്ങിച്ചു കൊടുത്താൽ സെറ്റ് ആയിരിക്കും. ബിൻസാ ഇത് അപ്ഗ്രേഡ് ചെയ്യടാ നിന്റെ തൊപ്പി. അപ്ഗ്രേഡ് ചെയ്യടാ. കറക്റ്റായിട്ട് വീഴുണ്ടാ. ഒരു ഹോളുണ്ട് അവിടെ സെറ്റ്. ഇത് കൊള്ളാം. സ്ലോ മോഷനിൽ ഇട്ടാ. ലോ മോഷൻ എങ്ങനെ ഇടും? വേറെ അതിന്റെ വെളിയിലിടും. വെടിയിട്ട് അല്ല, അപ്പർ സൈഡ് ലെഫ്റ്റ് സൈഡ്. ഇതെല്ലാം ഞാൻ ചോദിക്കണം, നീ വാങ്ങി. ആദ്യം ചോദിക്കണം, പിന്നെ വെറുതെ തൂക്കി പാണ്ടേ അങ്ങോട്ട് പോണ വഴിക്ക് വേറെ എവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമോ ഗൈസ്? ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. അതിലവൻ കുടുംബം വാങ്ങിച്ച് നിൽക്കും തോന്നുന്നു. ലൈറ്റ് ഉണ്ട്. ഇത് ജയിക്കുമ്പോൾ വേറെ നോക്കട്ടെ. നിനക്ക് വേണ്ടേ ഇതുപോലെ അറിഞ്ഞു. ദൈവം തരും. തെക്കോട്ട് നോക്കിയിരുന്നോ? എനിക്ക് ഇതേപോലെ ഒന്ന് ഹെലികോപ്റ്റർ അല്ലെങ്കിൽ ഞാൻ ഹെലികോപ്റ്ററിന്റെ പ്രൈസ് അങ്ങ് നോക്കിയല്ല ഗൂഗിളിൽ. അതാണ് കൊച്ചിന് കുഴപ്പമില്ല, നീ പതുക്കെ നിൽക്കണം.
കേട്ടോ കേട്ടോ എടാ മിനിയൻ എത്ര എടാ കിച്ചൻ എല്ലോ അതിന്റെ മണ്ടയില് അടുത്ത മാസം കെട്ടിക്കൊണ്ട് വരാനുള്ള ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്താ വീട്ടുകാരെ അടിക്കില്ലേ? ദിവ്യക്ക് വാങ്ങിച്ചു കൊടുക്കാ മെഷീൻ പൊട്ടിക്കാൻ പറ്റില്ല. പൊട്ടിക്കാൻ പറ്റുള്ളൂ. ഇതാ അതിന്റെ അടുത്ത് ഇവിടെ നോക്കുന്നത്. എടേ നീ അവക്ക് വാങ്ങിച്ചു കൊടുക്കണ്ട, എനിക്ക് വാങ്ങിച്ചു. ഇതെനിക്ക് വാങ്ങി. എടാ ഇത് എത്രയും ചെയ്തു വാങ്ങിച്ചിട്ട് തന്നെ ഇടി. ഇത് എത്രയാന്ന് പറഞ്ഞു? ഇത് വേണോ അത് വേണോ? ഇത് കൊള്ളാം, ഇത് എനിക്ക് കുറച്ചുകൂടെ ഫണ്ണുണ്ട്. അത് കാണിച്ചു തരും, എനിക്കത് ഇഷ്ടപ്പെട്ടു. എനിക്കിത് ഇഷ്ടപ്പെട്ടു. പവർ സാധനം. ഇത് എത്ര രൂപടാ? യോ ഇടിക്കണ്ടേ ഇത് ചെറുക്കുന്ന യോ ഇത് പേടിച്ച് എന്താന്ന് റെക്കോർഡ് ചെയ്താ പക്ഷെ കാല് പറഞ്ഞില്ല. ഇത് ഇത് മടങ്ങി തുടങ്ങി. പറയടാ, മുഖത്ത് ഇങ്ങനെ ഇടയ്ക്ക് കൊണ്ടുവരുമ്പോ എന്റെ ഇത് മനസ്സിലായ എന്ത് പറയാ? തിരിച്ചു വെച്ചാൽ നിന്നെ കാണുമെന്ന് പറയാം, ഇങ്ങനെ നോക്കി ഇവനെ കാണുമെന്ന് പറയാം. ഇത് രണ്ടും ഒരാളാണല്ലോ. രണ്ടൊരു തല എനിക്ക് ഒരുമിച്ചോടാ. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ, എന്തൊരു ചൈതന്യം. പൈസ പോട്ടാ ഒരു പീസ് ഇടിക്കായിരുന്നു നിനക്ക്. ഇത് നമ്മള് മണ്ടേ ഉള്ളാതിട്ട് ഇതാണ് മണ്ടേ ഉള്ളത്. വണ്ടി അടിച്ചോണ്ടോ? ജീപ്പ് ട്രിപ്പ് ഉണ്ട്. പണ്ട് വെച്ച് ഇതുവഴി വണ്ടി പോവുമായിരിക്കും അല്ലേ? ആയിരിക്കും. നമ്മളങ്ങനെ ഒരു മാങ്ങ കഴിച്ചു കഴിഞ്ഞിട്ട് മറ്റേതിനെക്കാട്ടിയും കേവലം. ഡാം വേണ്ട. മറ്റേതിനെക്കാട്ടിയും കേവലം. ഇത് എത്ര? എത്ര രൂപ? 470 രൂപ. ഇത് 70 രൂപ. 270 രൂപ. 135. അതെന്തൊരു വെള്ളരിക്ക? ചാറ്റ് മസാല ഇട്ട് പറഞ്ഞ അവസ്ഥ ആലോചിച്ചു. അതാണ് മധുരമുള്ള മാങ്ങ. ഇടുക്കി ഡാമിന്റെ മുകളിൽ കൂടെ പോണേ. ഇതിവിടെ പോകാൻ പറ്റുമല്ലോ. വണ്ടി പോവും. നമ്മൾ ഇങ്ങോട്ട് ഇപ്പൊ പോയിട്ട് എന്ത് ചെയ്യാനാണ്? ബസ് പറഞ്ഞു. ഈ വെയിലത്ത് നടക്കണ്ടല്ലോ, കാറിൽ പോയി അവിടെ തിരിച്ചിട്ട് ഇങ്ങനെ വരാം. കണ്ടാ വെളിയിലിടരുത്. വെളിയിലിടണ്ട, അകത്ത് നിർത്താൻ. പിന്നെ അയ്യേ എടാ ഇതുണ്ട് വെളിയിലിടല്ലേ? ഇങ്ങനെ പോവത്. ഞാൻ പറഞ്ഞ ബിരിച്ചാന്റെ കാര്യം കൊടുക്കുമെന്ന്. എന്തിനാ ഇത്? ഒട്ടകമന്തി. ഷാജിൻ ഇതൊക്കെ എത്ര കണ്ടിട്ടില്ല. മറ്റേ ഡെഡിന്റെ അതായിരിക്കും ബെറ്റർ. തന്നെ ചോദിക്കണോ? ഈ പറിച്ച പാട്ടൊക്കെ ഉള്ള മൈരി ഇവിടെ കറക്റ്റ് ഓണാക്കണത് പറ്റും. തുടങ്ങും. അതെ, ഏതോ കാട്ടിൽ കൂടെ നമ്മള് പോണുണ്ട്. ഇത് എങ്ങോട്ടാ? ഏതോ ഇന്നോവേരെ പിറക്കെ വെച്ചോ. തേക്കിൻകാട് മൈതാനം. അപ്പോൾ ഇന്നോവേരെ അടുത്തൂടെ വെക്കോ? ഏതോ അവനെ വഴി അറിയാം. അതെങ്ങനെ നിനക്കറിയാം? അല്ല, അവൻ ഇങ്ങനെ പോവോളാ. അടുത്ത ഷാജിന്റെ ഈ താളമാണ് സഹിക്കാൻ. നീ നേരെ പോയിട്ട് അടുത്ത ലെഫ്റ്റ് കയറി പോയാ മതി. മതിയാ? ഓ ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. നമ്മൾ ഇവിടെ താഴെക്കൂടെ അല്ലേ പോയത്? അല്ല, നീ മറ്റേ സിപ്പ് ലൈൻ ആണോ പറയണേ? നമ്മളതാ അങ്ങല്ലേ പോയത്. ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ അല്ലേ? ഗ്ലാസ് ബ്രിഡ്ജ് കഴിക്കാൻ വന്നതിന്റെ അവിടെ തുറന്നിട്ടില്ല ഇതുവരെ. പൂട്ടിയാ? അത് ഉദ്ഘാടനം കഴിഞ്ഞില്ല. ആരാണ്? ഹണി റോസ. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അത് ബിൻഷാദ്. നമ്മള് എവിടെയാണ് പോണത്?
എക്കോ പോയിന്റ് എക്കോ പോയിന്റ് നീയല്ലേ പറഞ്ഞ എക്കോ പോയിന്റ് നമ്മളിനി രാജാക്കാട് വാട്ടർഫാൾസ് റിപ്പിൾ ഫാൾസ്. ഓക്കെ, റിപ്പിൾ വാട്ടർഫാൾ നമ്മൾ പോകാൻ പോകുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ്. ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട് 2.5 കിലോമീറ്റർ ദൂരത്തിൽ. 1.5 കിലോമീറ്റർ. 1.5 കിലോമീറ്റർ. 1.5 കിലോമീറ്ററിന്റെ സിപ്പ് ലൈൻ ഇത് ഇന്ത്യയിലെ ഏറ്റവും വലുതും നീളം കൂടിയതും വണ്ണം കൂടിയതും പൊക്കം കൂടിയതും ഇവിടെ അടുത്ത് എവിടെയൊക്കെയോ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ് ഈ സാധനം, ട്രിപ്പിൾ വാട്ടർഫാൾസ്. അതിൻ്റെ മണ്ടയിലാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. പക്ഷെ അതിൻ്റെ താഴെ നിൽക്കണല്ലേ എൻ്റെ ഫണ്ട്. ശരിയാണ്ടാണ് അത് രാജ്യത്തോട്ട് പോകണം നോക്കി. ഡ്രോൺ അല്ലേ പറഞ്ഞു? അവരെ ഇത് കറക്റ്റ് ഡ്രോണിൽ കിട്ടും. അത് കൊള്ളാല്ലേ. സ്വിമ്മിംഗ് പൂൾ അവിടെ കടകളുണ്ട്, അവിടെയൊക്കെ പോയിട്ട് ഓക്കെ. അത് ഇവിടെ ഉണ്ട്. സ്വിമ്മിംഗ് പൂൾ വാ ചേട്ടാ. വല ഇട്ടിക്കണ്ട കുടുങ്ങും. പിഞ്ചാനെ പിടിക്കാൻ വലയിട്ടെ. ടിക്കറ്റ് എടുക്കണം. സ്വിമ്മിംഗ് പൂളിൽ എടുത്തു. ക്യാമറയ്ക്ക് സെപ്പറേറ്റ് പൈസ. പടയ്ക്കുന്ന ടിക്കറ്റ് എവിടെ ഇവിടോ എന്നെ ഇവിടെ തെറ്റ് ചെയ്യാനായിട്ട്. അത് പടക്കില്ല. അവിടെ ഇവിടെ ബോട്ടുണ്ട് കേട്ടോ. ചുണ്ടൻ വെള്ളമുണ്ട്. ഞങ്ങളെല്ലാം സുഖമാണല്ലോ. ചുണ്ടൻ വെള്ളമുണ്ട്. തിരിച്ചു വരുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ഇവിടെ വേറെ കുറേ കളക്ഷൻ ഉണ്ട് ഇതിൻ്റെ. എല്ലാം നോക്കാം, എല്ലാം നോക്കാം. അങ്ങോട്ട് ആദ്യം പോട്ടെ. അങ്ങോട്ട് പോയപ്പോൾ ഡ്രോൺ ഉണ്ടായിരുന്നില്ല, ഇങ്ങോട്ടൊന്ന് പോയാലേ കയ്യിൽ ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. അത് തന്നെ വലിയ കാര്യം. ഇവിടെ ആമ്പൽക്കുളമുണ്ട്, നമുക്ക് ലോട്ടസ് ഉണ്ട്. യെസ്. അവിടെ നിന്ന് ഫോട്ടോ കൊള്ളാമല്ലേ സ്ഥലം. ഇത് നമ്മുടെ കൂടെ ഒരുത്തുണ്ടായിരുന്നല്ലോ. വെള്ളത്താമര. ശരിയാ ശരിയാ ശരിയാ. കാടളകി വരണ കൊമ്പര കണ്ടത്. വാട്ടർ കാർ ഓടിച്ച് 8 മണിക്കൂർ നടന്ന് 5 മണിക്കൂർ. ഇനിയും ഇറങ്ങി അടി പോണോ? അതിന്റെ താഴെ പോണോ? അങ്ങനെ ഒരു വാട്ടർഫാളിൻ്റെ റൂട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ വാട്ടർഫാളിൽ നിന്ന് അങ്ങനെ യാത്ര തുടരുകയാണ്. നമ്മൾ അങ്കിളിനെ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. ഇപ്പം കയറുമ്പം അങ്കിൾ കുറെ കഴിയുമ്പോൾ അങ്ങ് എത്തും. അതെ. അപ്പോൾ ആദ്യമേ ഫ്രണ്ടിൽ നിന്ന് അങ്ങ് പോയി. നമ്മളിനി പതുക്കെ പതുക്കെ ഈ മല കയറി അങ്ങ് എത്തണം. അടുത്തിനി അങ്ങോട്ട് പോകണം. അടുത്ത് മുകളിലെത്തിയിട്ട് എവിടെ പോകണം തീരുമാനിക്കാം. പടിക്കെട്ട് കയറണം കേട്ടോ. ഇറങ്ങിയ പടിക്കെട്ടല്ല, അതേപോലെ തിരിച്ച് കയറണം. അവിടെ ഈ ഇറങ്ങി വന്ന് ഇറക്കുമല്ല, ഇനി വണ്ടി ഓടിച്ച് കയറ്റണ്ടേ. മന്തി കഴിച്ച് തയ്ക്കുമല്ലേ, കയറി പോകും. അയ്യോ, നമ്മളിതാ വീണ്ടും ഏതോ ഒരു വെള്ളച്ചാട്ടത്തിലോട്ട് പോകാൻ പോകും. കമാൻ. ഇതാണൊരു മാനത. പോണില്ലല്ലേ? പോണില്ല. എന്ത് പറ്റി? ആർക്കും വയ്യ. താല്പര്യം. 1 കിലോമീറ്റർ ഇറക്കാം. ബിൻഷാദിന് വയ്യാന്ന്. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ആദ്യമേ അവൻ കയറിയിരുന്നു. നീ ഫ്രണ്ടിൽ കയറി നീങ്ങണം. ബിൻഷാന് നടക്കാനും വയ്യ. ജിമ്മിനെന്ന് പോയിരുന്നു എല്ലാണത്തിൻ്റെ. സത്യം. അപ്പൊ നമ്മൾ അതെ, നമ്മളിതാ ടെൻറ്റിൽ തിരിച്ചെത്തി. രാത്രിയുള്ള ഫുഡൊക്കെ കഴിച്ചു. പുറത്ത് നല്ല മഴ, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. തിരിച്ച് വന്നതും വീഡിയോ എടുത്തില്ല. നമ്മളിനി ഇവിടെ ഇതാ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ. എന്തേ
ബോട്ടില്ല. ഗൈസ് നമ്മൾ കുപ്പി എടുത്തിരിക്കുന്നു. ഒരു ഫ്രൂട്ടിയും ഒരു വീട്ടിൽ നിന്ന് സോഡയും നാളെ രാവിലെ അടുത്ത സ്ഥലത്തോട്ട് പോവാ എന്നാണ് വിചാരിക്കുന്നത്. ആൾറെഡി കുലുങ്ങി കാണും അല്ലേ? അടുത്ത് നാളെ മൂന്നാർ ടോപ്പ് ഹിൽ ഗ്യാപ്പ് റോഡ്. നാളെ രാവിലെ സൺറൈസ് ഫ്രം കുളുക്കുമല പോണ്ടേടാ. കുളുക്കുമല, മീശപ്പുലിമല, ഈ 2 സ്ഥലം ആണ് നമ്മുടെ ലക്ഷ്യം. തിരക്കൊന്നും ഒരു പ്രശ്നമാണോ? പ്രശ്നമാണല്ലേ? പിന്നെ മഞ്ഞായോണ്ട് കണ്ണ് കാണാൻ പറ്റില്ല, അതാണ് മെയിൻ പ്രശ്നം. അത് തന്നെ. അല്ലെങ്കിൽ അല്ലെങ്കിലും കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ കളർ തിരിച്ചറിയാൻ പാടില്ല. പച്ച രാവിലെ 4 മണിക്ക് എണീക്കുന്നു, പറന്നു പോകുന്നു. എവിടെ? അവിടെ ഗ്യാപ്പ് റോഡ് വഴി മൂന്നാർ ടൗൺ വഴി കുളുക്കുമല. കുളുക്കുമലല്ലോടാ, മീശപ്പുലിമല. ഇവ എന്തൊക്കെ അടിച്ച് ഓഫായ. ഇല്ലല്ലോ, സ്ഥലം പറയാൻ എനിക്കറിഞ്ഞൂടാ. സൺറൈസ് കാണാൻ പോകുന്നു ഗൈസ്. സ്ഥലം നമുക്ക് 2 പേർക്ക് അറിഞ്ഞൂടാ. അപ്പൊ ശരി, നാളെ കാണാം. ഡയലോഗ് മാറേ. നമുക്കിനി അടുത്ത് എവിടെ പോകാനല്ല ഒന്നാമത് ഇപ്പൊ കാട്ടിനകത്ത് നിഗൂഢമായ കാട്ടിനകത്ത് രാത്രി നീ സൗണ്ട് വല്ലതും കേട്ടാ? പാമ്പൊക്കെ ഉണ്ട്. എടാ, ആന, ഒട്ടകം. അറബിയിലൊരു ചൊല്ലുണ്ട്, അൽ അന്നമിനാളഹ അൽ ഒട്ടഹ. ഒട്ടകമില്ല, കടുവ. എടാ, അതിന്റെയൊക്കെ സൗണ്ട് നിങ്ങൾ കേട്ടാ രാത്രി? അത് തെങ്ങിന്റെ അടിയില. അതിലെ തന്നെ തൂക്കി. അതിലെ തെങ്ങിന്റെ അടിയിൽ എന്തായിരുന്നു? അടുത്ത ലൊക്കേഷനിലോട്ട് മറ്റേ വീഡിയോയില് ഇതാക്ക്. 4 പേര് 4 ഡിക്കിന്ന് പോന്നു. ഇതാണ് വഴി. ആ കാടിൻ്റെ ഉൾവശങ്ങളിൽ ഇവിടെ നമ്മളും വേറെ ഉള്ളത് കാട്ടിൽ താമസിക്കുന്ന മൃഗങ്ങളുമാണ്. അതിൽ കൂടെ കഷ്ടപ്പെട്ട് ശ്രീദേവ് പിൻചേതം കയറി പോകുന്നുണ്ട്. അതിൻ്റെ പുറകിൽ നിന്ന് ഞാനും പോകുന്നുണ്ട്. കഠിനമായ 2 കിലോമീറ്റർ ട്രക്കിങ്ങിന് ശേഷം നമ്മൾ കര കണ്ടിരിക്കുന്നു. ഓ വീട്, ഓ വിളിച്ച യെസ് യെസ് യെസ്. എന്താ വിസ്മയമായ കാഴ്ച. അവിടെ അത് കിട്ടിയില്ല കേട്ടോ. എന്തൊരു കഷ്ടപ്പെട്ട് ഡയലോഗ് പറയുന്നത്. ഈ മലച്ചെരുവുകളുടെ നേരെ താഴെ ഒരു വെള്ളത്തിൻ്റെ അരുവിയുണ്ട്. അതിൻ്റെ അടുത്തായിട്ടൊരു 2 ടെൻറ്റ്
ശ്രീദേവിന്റെ പ്രോപ്പർട്ടിയിൽ. എൻ്റെ പ്രോപ്പർട്ടിയാ? ഓ ശരി. അവിടെയായിരുന്നു നമ്മുടെ സ്റ്റേ. ഫുൾ കുരുമുളക്, ഏലം കൃഷി. റിച്ച് ലൈഫ്. വെളിയിൽ വയ്ക്കണം. ആദ്യം ഇറങ്ങാൻ പോകുന്നു. അതിപ്പോൾ ഇറക്കി വിടണം. പോത്ത് കാട്ടുപോത്തല്ലടാ, വെറും പോത്ത്. നാട്ടുപോത്ത്. ആദ്യം 1, 2, 6 ആയിരിക്കും. ഇതാടാ പിച്ചത്. ഇതല്ലടാ, നീ വേറെ വെയിലാണെന്ന് കണക്ട് ഫസ്റ്റ് കയറ്റാനുള്ള തേരിയാണ്. സെക്കൻഡ് ഇട്ടാണ് കയറ്റുന്നത്. എന്താ അവിടെ വെച്ചിട്ടുണ്ടോ? തീർന്നാ വെട്ടിക്ക് തീർന്നാ? എന്തോ അവിടെ അതായത് കുരുവി പടക്കങ്ങൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ലൈറ്റർ ഉണ്ടാ? കൊടുത്തിട്ടില്ല. കത്തിച്ചെറിയായിരുന്നടാ. കാട്ടിനകത്തോടുള്ള യാത്രയാണ് സുഹൃത്തുക്കളെ. അതിലാണ് വണ്ടി ഓട്ടിക്കുന്നത്. ഫുള്ളും മരങ്ങളാണ്. ബിൻഷാദാണ് വഴി പറഞ്ഞു തരുന്നത്. ടൗണിൽ കൂടെ പോകേണ്ട നമ്മൾ കാട്ടിൽ കൂടെ പോകാനുള്ള ഏക കാരണം. ബിൻഷാദ് തിരിഞ്ഞു നോക്കണം ഇങ്ങോട്ട്, ഇടത്തോട്ട്. ഗൈസ്, ഇപ്പൊ ഹൈവേ വരുന്നതാണ്. ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല ഇവിടെ. നമ്മൾ എങ്ങോട്ട് പോകണം? കരടി വന്നാ എന്ത് ചെയ്യും? ഓടും. ചത്തതുപോലെ അഭിനയിക്കും. അതില് അല്ലെങ്കിൽ മരത്തിന്റെ മുകളിൽ കയറണം. ഇങ്ങനെ ഒരു അവസ്ഥയിൽ എന്താണ് പറയാനുള്ളത്? ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യടാ, ഹൈവേ വരും. ഇതിന്റെ എല്ലാ പെട്രോളും ബിൻഷാദിന്റെ വകയായിരിക്കും. 2 കിലോമീറ്റർ മൈലേജിലുള്ള മുകളിൽ തോന്നി. മറ്റേ ഇതാക്കി അറിയാൻ കേട്ടോ. മറ്റേ ഇൻസ്റ്റന്റീനിയസ് അല്ല, മറ്റേതാക്കി അറിയാം. രണ്ട് കട്ടയിലാണ് പോകുന്നത്. റൈറ്റിലോട്ട് വഴിയില്ല. അതെന്തോ സാധനം? ലൈവ് മൈലേജ് കാണിക്കുന്നത്. എടാ എത്തി. കണ്ടാ നല്ല റോഡ്, നല്ല റോഡ്. ആ റോഡിൽ കൂടെ നമ്മൾ വരാനുള്ള. എടാ, ഈ റോഡ് നമുക്ക് വരാനുള്ള റോഡ്. എടാ, ഈ റോഡാ വരാനുള്ള. ഓ, ഏതാ ലുക്ക്. കാട്ടുപോത്ത്. ആ റോഡ് വേറെ റോഡാ. സമ്മതിച്ചേ. അല്ലേ വേറെ റോഡല്ലേ? ഓ, നല്ല സീൻ സ്ഥലല്ലേ ഇത്? സ്വിറ്റ്സർലാൻഡ് പോലത്തെ പറഞ്ഞ ആ സ്ഥലമാണ്. ആരോ പറഞ്ഞില്ലേ? മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോ പോവുമായിരിക്കും. ഒരുപാട് മുകളിൽ പോകില്ല, കോട കിട്ടും. അതാണെന്ന് മെയിൻ സ്ഥലം. ഈ മുകളിലാണ്. ഇതല്ല, ഇവിടെ സെറ്റാണ് കേട്ടോ വെള്ളം. നമ്മളിവിടെയാണ് നിന്നത്. ഈ പോയിന്റ് കൊള്ളാം. ഇവിടെ സുഹൃത്തുക്കളെ തിരിഞ്ഞു നോക്ക്. നിനക്ക് കോപ്പിറൈറ്റ് അടിക്കണം. വാ ഫോട്ടോ എടുക്കാം. ഏതാ വ്യൂ?
അത് കടിച്ചെടുത്തോണ്ട് പോയാലേ. അപ്പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇതെടുക്കാണ്. ബീഫാ. അവര് പോയടാ ഫോട്ടോ എടുക്കാൻ പറയാൻ. എടാ അപ്പുറത്ത് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാടാ. കൊള്ളൂല. അതാണ് സെറ്റ്. അതെടുക്കാം. അവിടെ റോട്ടി വേടാ. അല്ല നിന്നെ ആദ്യം ഫോട്ടോ വീഡിയോഗ്രാഫി ചെയ്യുന്നത് ശ്രീദേവ്. അപ്പുറത്തെ കുന്നിൻ്റെ നിന്നാണ് ചെയ്യിപ്പിക്കണേ. അവനാണെങ്കിൽ ഒരു ഉളുപ്പുമില്ല. കണ്ണി കാണ കല്ലും കാറും എല്ലാം അവന് ഫോട്ടോ എടുക്കണം. പെണ്ണിന് ചെരുപ്പ് കിട്ടിയാൽ മതി. അവന് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ചെരുപ്പ് കിട്ടണം അവന്. മരണ അഭിനയമാണ്. പക്ഷെ അവൻ ഫോട്ടോ എടുക്കുന്നത് ടൈമറുണ്ട്. 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. എടാ ഇവിടെ അവിടെ 4 പേരുണ്ട്. മെയിൻ റോഡ് പോകണം. മുകളിലോട്ട് പോണമെന്ന് പോയി നോക്കാലോ. മുകളിലോട്ട് പോയോ? അല്ല അവിടെ ചവിട്ടാൻ പറ്റും. അവിടെ അല്ലടാ ഉള്ളിലോട്ട്. വാട്ടർഫാൾ അവിടെ ചായ കുടിക്കാൻ സ്ഥലമുണ്ട്. ഇല്ല അങ്ങനെയല്ല. അങ്ങോട്ടാണ്, ആ സൈഡാണ് അങ്ങ്. ചിന്നക്കനാലാണിത്. ഇത് ചിന്നക്കനാൽ. ഇനി കുറച്ച് പെരിയ കനാലാണ്. ഇത് പെരിയ കനാൽ. ചായ കുടിച്ചിട്ട് പോവാം. നമ്മളെല്ലാം ഇൻവെർട്ടർ ആവണം. ചായ കട ഉണ്ട്. നമ്മളേതൊരു വെള്ളച്ചാട്ടത്തിന്റെ മൂട്ടിലെത്തി. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് അങ്ങ് പോവാം. ഗൈസ് ഇന്നലെ വരെ നല്ല ബോറായിരുന്നു ഡേയ്സ്. പക്ഷെ ഇപ്പോൾ നല്ല തണുപ്പും മഴയും വാട്ട് എ ക്ലൈമറ്റ്. ആട്ടോരെ പാർക്കിംഗ് കണ്ട. ഒന്ന് അങ്ങോട്ട് പോയാൽ വല്ലതും. KL20 കേരളത്തിലുള്ളത് ടാക്സി. എടാ അവിടെ അറിയാമോ ആർക്കെങ്കിലും? സ്വന്തം അപ്പനെ വെടിവെച്ച് വളർത്തിയ ആളാ എന്റെ ചേട്ടായി. വെടിവെക്കാനാണ് അറിഞ്ഞൂടാ എനക്ക്. ഈ എനിക്കറിയാമോ അത്? കൊള്ളിച്ചടാവേ. മാസ്കോ ആരോ മാഗി കഴിച്ചാലോ? മാഗി ഉണ്ടോ? എടാ മാഗി വാങ്ങുന്ന. ഓ മാങ്ങ വാങ്ങിക്കണം. ആടാ മാഗി. ആദ്യം മാഗി. മാഗിയും മാങ്ങയും നമുക്ക് പൈസ എടുത്തോണ്ടോ? പൈസ ഇല്ലേ അപ്പുറത്ത് മാഗി. ഗൂഗിൾ പേ ഇല്ലേടാ? മാഗി എത്ര? ഇതൊക്കെ വാങ്ങണേ. ഒരു വെജ് മാഗിയും ഒരു എഗ് മാഗി. രണ്ടെഗ് വാങ്ങണോ? എന്നാ 2 എഗ് പറയാം. അതാകുമ്പോൾ ഉണ്ടാക്കുന്നത് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ 2 എഗ് മതി. 2 എഗ് മതി. 2 എഗ് മതി. നല്ല ടേസ്റ്റ് ഉണ്ട്. അത്ര ടേസ്റ്റ് ഇല്ലടാ. എനിക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ ഇഷ്ടപ്പെടില്ല. കഴിച്ചു നോക്കണം. എന്താ
മാങ്ങ എനിക്ക് മാങ്ങയിട്ട് ഇതിനിടെ കൂടെ മേയ്ക്കകത്ത് ഇറക്കിടും. പുകയില്ല ഇത് തന്നെ മുളവിട്ട തന്നെ മറ്റേ മധുരമില്ലാത്ത പായസം പോലെ. മുളവിട്ട എന്തിനാ ഇത് വേണോ ഈ ചോളം? ചോളം വേണ്ട, ചോളം വേണ്ട. ചായ രണ്ട് എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. രണ്ട് ചായ, എനിക്ക് 3 ചായ. ലൈറ്റ് ചായ. എനിക്ക് ലൈറ്റ് ഒന്നുമില്ല. ചായ ചായ ഉണ്ട്, നീ ഇത് ബൂസ്റ്റ് ഞാൻ പറഞ്ഞു. തൊട്ടടുത്ത് ഒരു കടയിടുന്ന നല്ല ബിസിനസ് ഉണ്ട്. അതില് ചായ അല്ല, ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെ എടുത്തു. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇടില്ല. മുട്ടയില അവൻ്റെ കുത്തിയെടുത്ത് കഴിക്കാൻ പറയും. നീ മുട്ട കൊണ്ടിക്ക് നേരം ഞാൻ മേയത്. ആ കഴി കഴി. ചെവിയും കട്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാതില്ല. Teetotalers are drinking coffee. Yeah. നിനക്ക് വേണ്ടായിരുന്നു. നിനക്ക് വേണോ? ഞാൻ ടേസ്റ്റ് നോക്കിയത്. How was the coffee? Tea. Guys, it's very cold in here and a tourist bus is coming. ഹൃദയം തരണേ, കൂട്ടുകൂടണേ. നല്ല ചായ, ഇവിടുത്തെ തേയിലയും പറഞ്ഞു. അവര് ചോളം വാങ്ങാതെ. ഇത് തത്തമ്മ കഴിക്കണതല്ലേ? ടെസ്റ്റ് ചെയ്ത് നോക്കാം. അവിടെ ഈ തത്തമ്മ കഴിക്കുന്ന സാധനമല്ലേ? ചോളം തത്തമ്മ കൊള്ളാം, നല്ല സ്ഥലം. കൊള്ളാം. ഇന്നലത്തെ ദിവസത്തെ അപേക്ഷിച്ച് ഇന്നലെ ഭയങ്കര ബോറായിരുന്നു. ഇന്നലെ പക്ഷെ ഇത്രയും വൈകില്ലായിരുന്നു. ഇന്നലെ നട്ടച്ച വെയിലായിരുന്നു. ഇതുകൊണ്ട് മഞ്ഞ്. ഇന്നലെ പക്ഷേ കുറേ സ്ഥലങ്ങളുണ്ട്. 2 മാഗി 3 ചായ. 2 മാഗി 3 ചായ. മറ്റേ ഓർത്തില്ലല്ലോ. ഏത്? 4 chicken masala dosa. ചിക്കൻ മസാല. One chicken masala dosa. One chicken masala dosa. സാധാ ദോശ സാധാ ചിക്കൻ, സാധാ ചില്ലി ചിക്കൻ, സാധാ ദോശ, പൂരി ദോശ, പൂരി ചിക്കൻ. മിണ്ടായിരിക്കണോ? അത് കൊടുത്താ? ഇത് കൊടുത്താ? ബാക്കി അവിടെ കൊള്ളാണോ? നന്നായിട്ട് വരില്ല. മുളക് പൊടി വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല അല്ലേ? പത്തമ്മേ മധുരം ഇല്ലല്ലോ. ഇത് നീല പറഞ്ഞ മധുരക്കോണാണ്. പിന്നെ സ്വീറ്റ് കോൺ അല്ലേ? മധുരം തന്നെ തോന്നണേ. പഞ്ചസാര മാത്രമല്ല കേട്ടാ, ടേസ്റ്റിനും കുഴപ്പമുണ്ട്. അവിടെ ഈ മധുരം പോരെ എനിക്ക് ഈ ഷാർജയിലൊക്കെ മധുരം തീരും. പോരാ. ഇത് അവിച്ച ഒരു ഇത് പറഞ്ഞു. കൊള്ളാണോ? കടിച്ചു ഞാൻ കൊള്ളാം. നീ ഇഞ്ചി പിടിക്കൂലേ? എത്രയാ? 235. 235. പൈസ ഒന്നും വിഷയമല്ല. 500 നോട്ടെടുത്ത് വീശടാ. പൈസ ഞാൻ കൊടുക്കും. എൻ്റെ വീഡിയോ ക്യാമറ കിട്ടുമെന്ന് പറഞ്ഞാൽ ക്യാമറ ഓഫ് ചെയ്ത്
ഗൈസ് ക്യാമറ കിട്ടാൻ വേണ്ടി അവൻ പൈസ കൊടുക്കണം. പൈസ ഇവൻ്റെ അതൊന്നും വേണ്ടല്ലോ. അല്ലേടാ? എന്റേതാ, എന്ത് സ്വന്തം ഷജിൻ്റെതാ. വേണ്ട, ബിൻഷാദിന്റെ സ്വന്തം ഷജിൻ്റെ ചേഞ്ച് കിട്ടിയില്ലേ? അവന് കൂടെ തിരിച്ചു. അല്ല അവന്റെ അല്ല എന്റെ ഞാൻ അവന് കടം കൊടുത്തയാ. താഴെ ഇറങ്ങണേ ഇറങ്ങുമ്പോ കിട്ടൂല. കോട ഇറങ്ങണ്ട. താഴോട്ടാണ് ഇറങ്ങുന്നത്. അല്ല കുറച്ചേരം അവിടെ ഇതാണ് ഏറ്റവും ഇറങ്ങൂടാ, കോട ഇറങ്ങൂടാ താഴോട്ട്. കോട മഞ്ഞ് ഇറങ്ങി വരുന്നുണ്ടോ? മൂന്നാറിന്റെ വൈബ്സ്. മൂന്നാർ തേയിലത്തോട്ടം. നമ്മൾ വന്ന വഴി ഏതോ വഴി നമുക്കിനി തിരിച്ച് ഇങ്ങനെ കറങ്ങി അങ്ങനെ കറങ്ങി. ഇതാണ് ഹാഷർ പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ മൂന്നാറിൽ എന്റെ 300 ഏക്കർ ഞാൻ കത്തിച്ചോളാം കേട്ടോ. 300 ഏക്കറിൽ 200 ഏക്കർ കോട മഞ്ഞ് ഇറങ്ങി വരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ കോടയാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയായിരിക്കും അവിടെ മരം വന്നത് അല്ലേ? ആര് തേയിലയുടെ എന്തിനാണ് മരം നടന്നത്? അവിടെ അത് മരം മറിഞ്ഞ് വീണ് താഴെ തേയിലത്തോടെ ഇല്ലാതാവൂലേ? ഇതൊക്കെ പക്ഷെ മറ്റേ നടുക്ക് മാത്രം ഒരു 5 മരം നട്ടു വെച്ച് കാണുമായിരിക്കും. നമ്മളിത് അവിടെ ഒരു ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടി വന്ന്. ആ അതെ അതെ. എത്ര രൂപ ആവുമെന്ന് പറഞ്ഞോളൂ. ഭയങ്കര കത്തിയാണെങ്കിൽ വാങ്ങണ്ട. ഏത് സാധനം കിട്ടിയില്ല. പക്ഷേ ഇവിടെ നിറയെ ചോക്ലേറ്റ് ആവശ്യമുണ്ട്. അവിടെ നിന്ന് വാങ്ങിച്ചിട്ടൊന്ന് വെറുതെ ഇല്ല ഇവിടെ ഉണ്ടാ. ഞാൻ പറയാം ദുബായിൽ എല്ലാ കമ്പനിയും ദുബായിൽ നിന്ന് വന്ന സമയത്തെ ഇവിടെ ഇറങ്ങി ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ അത് ലാഭം. ഷജിന്റെ കുണാഫ അതായിരിക്കുന്നു. സജിന്റെ കുനാഫ എവിടെ? നിന്റെ കുനാഫ എന്റെ കയ്യിലാണ്. കുനാഫ ഇല്ലാതെ അവൻ കെട്ടാൻ നടക്കും. സജിന്റെ കുനാഫ അവിടെ എത്ര 30 300 600 രൂപ. അങ്ങനെ സാധനമൊക്കെ വെച്ചോടെ പർച്ചേസ് ചോക്ലേറ്റ്. ഞാൻ വന്നപ്പോൾ ഇവിടെയാണ് നിന്നത് താമസിച്ചത്. BWD അങ്ങനെ നല്ല തണുപ്പുണ്ട്. സാധനം എല്ലാം വാങ്ങിച്ച് നേരെ തണുപ്പെല്ലാം ഇന്ന് കിട്ടിയിരിക്കും. ഇന്നലെ കിട്ടാത്ത തണുപ്പ് എല്ലാം കൂടെ ചേർത്ത് ഇന്ന് കിട്ടി. ഹാപ്പി. നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ച് ഇനി നേരെ വീട്ടിലോട്ട് അല്ലേ? വീട്ടിലോട്ട് കാടാ. നീ ഇത്ര നേരം അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ? അവിടെ എന്തോ കാണാൻ പറ്റും തോന്നുന്നു. കിട്ടണ്ടടാ ഇതില്. ഫോണില് പിന്നെ ഉണ്ടോ? ലോറി വരണോ? ഫിൽറ്റർ വല്ലതും ഉണ്ടോ? ഇതില് ഫിൽറ്റർ ഉണ്ടോ? ഇല്ല. ഓ സെറ്റ് കേട്ടാ. അവിടെ കയറണ അവിടെ കാറ്റടിച്ചാ പറഞ്ഞു പോകും. ഓ 4 സൈഡും ഇന്ന് കുലുക്കി ഇങ്ങ് താഴെ ഇറക്കും കേട്ടാ. അത്ര തന്നെ. ഗായ്സ് ഉറങ്ങല്ല. ബിൻഷാദ് നീ ഇറങ്ങിയില്ലേ? ഇല്ല ഞാൻ ഇറങ്ങിയാണ്. മഴയല്ലേ മഴ എങ്ങനെ ഉറങ്ങും? ആരോ ഡ്രൈവിംഗ് പഠിക്കുന്നു. ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ? മഴയത്ത് ഡ്രൈവിംഗ് പഠിക്കണ്ട. നമുക്ക് നേരെ എങ്ങടാ? നേരെ 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 ക്രോസ് ചെയ്ത് പോണം. ലോക്ക് മാറ്റിയില്ല. സരോമിൽ പോവുകയാണ്. വണ്ടി അങ്ങോട്ട് സൈഡാക്കടാ. കേറടാ. ബൈ 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 ബൈ. ശരി ഉറങ്ങ്. അപ്പം ശരി ബൈ. അടുത്ത ട്രിപ്പിന് കാണാം.
പറഞ്ഞു വിട്ട് പോടാ അടുത്ത മാപ്പ് ഇട്. ഓക്കെ വിഷമമുണ്ടോ അവിടെ ബിൻഷാദ്? മുട്ടായി എടുത്താ ആര് ഓണടിക്കണം? ട്രെയിനിന്റെ ഡേയ് മാപ്പ് ഇട്. ഒതുക്കി തരില്ലേ അതിലേക്ക് ഹലോ വീഡിയോ കേറാൻ പറ്റണ്ടേ? കേറി കഴിഞ്ഞാൽ ഞാൻ അങ്ങ് പോകൂലേ? കഴക്കൂട്ടം വഴിയല്ലേ ഇപ്പൊ റോഡ് പണിയൊന്നും ഇല്ലല്ലോ, അവിടെ വരാല്ലോ. ബാക്കിൽ പോലീസ്, അതുകൊണ്ടാണ് ഞാൻ കേറാൻ. പോലീസിനെ പറഞ്ഞോട്. അവനെ പോലീസിനാണല്ലോ, അവനെ പോലീസാണല്ലോ, പോലീസിനെ പറഞ്ഞോട്. മറ്റേ വഴി അറിയണ്ടേടാ അതിൽ ആരാണ്. നീ 2 പടക്കമൊക്കെ പൊട്ടില്ലേ? എയർപോർട്ട് 1000 രൂപ വാങ്ങിച്ച് 6,000 ഫ്രീ ഫ്രീ 6,000 രൂപയ്ക്ക് ടാബ്. തൊപ്പി എടുത്തോ? ബൈ. ഇനിയിപ്പോ ഇനി അടുത്ത നെക്സ്റ്റ് ട്രിപ്പ് നാളെ രാവിലെ പെണ്ണ് കെട്ടിയിട്ട് കാണാന്ന്. കെട്ടിയാക്കാണോ? ശരി എന്നാ ചേട്ടാ, നമുക്ക് എന്നാ തിരക്കാം. അപ്പോൾ നമ്മളെ ട്രിപ്പ് ഇവിടെ നീങ്ങുക തീരെയാണ്. ഇനി അടുത്ത ട്രിപ്പിൽ കാണാമല്ലോ.